തിരുവനന്തപുരം കവടിയാറിൽ കോടികൾ വില വരുന്ന വീടും വസ്തുവും തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയായ DCC അംഗം അനന്തപുരി മണികണ്ഠൻ മുൻപ് നടത്തിയ ആധാര ഇടപാടുകൾ കൂടി അന്വേഷിക്കാൻ ഒരുങ്ങി പോലീസ്. മണികണ്ഠന്റെ സഹോദരന്റെയും ആധാരം എഴുത്ത് ഓഫീസിലും പരിശോധനകൾ നടത്തും. മുൻപും ഇരുവരും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിലേക്ക് വേണ്ടിയാണ് പരിശോധന. US-ൽ സ്ഥിരതാമസമാക്കിയ വനിതാ ഡോക്ടറുടെ ജവഹർ നഗറിലുള്ള 5.5 കോടിയുടെ കെട്ടിടവും സ്ഥലവും വ്യാജരേഖകൾ ഉപയോഗിച്ച് കൈക്കലാക്കി മറച്ചുവിറ്റ കേസിലെ മുഖ്യപ്രതിയായ DCC അംഗം അനന്തപുരി മണികണ്ഠൻ മുൻപ് നടത്തിയ ആധാര ഇടപാടുകൾ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. തട്ടിപ്പിനായി വ്യാജ ആധാരം നിർമ്മിക്കാനുള്ള സ്റ്റാമ്പ് എടുത്തതും രജിസ്ട്രേഷൻ ഫീസ് അടച്ചതും സഹോദരൻ മഹേഷിന്റെ ലൈസൻസ് ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മഹേഷിന്റെ ഓഫീസിലും വിശദമായ പരിശോധന പോലീസ് നടത്തും. സ്വന്തമായി ലൈസൻസ് ഉണ്ടായിട്ടും അതുപയോഗിക്കാതെ സഹോദരന്റെ ലൈസൻസ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതും ആസൂത്രിതമായതുകൊണ്ടാണ് ഇരുവരും മുൻപ് നടത്തിയ ആധാര ഇടപാടുകൾ വിശദമായി പരിശോധിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. അതേസമയം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വില്ലേജ് ഓഫീസിൽ നിന്നോ റവന്യൂ ഉദ്യോഗസ്ഥരിൽ നിന്നോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ജനം, തിരുവനന്തപുരം.